അതാണ് ഷഹാദത്ത് കലിമ. മുസ്ലിമുകൾക്കൊന്നും അറിയില്ല. ഈ മുസ്ലിം എന്ന് പറഞ്ഞവർക്ക് ഷഹാദത്ത് കലിമ അറിയില്ല. ഷഹാദത്ത് കലിമ അറിഞ്ഞ് ഉറപ്പിച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഉറപ്പിച്ചു എന്നല്ല പറഞ്ഞു. അപ്പം നിങ്ങൾ ഷഹാദത്ത് കലിമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടാവുമായിരുന്നു. അതിലൂടെ അള്ളാഹുവിനെ കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ആർക്കും അറിയുന്നില്ല. മുസ്ലിമുകൾ ഷഹാദത്ത് കലിമ അറിയുന്നില്ല. ഷഹാദത്ത് കലിമ അറിഞ്ഞ് ഉറപ്പിച്ചാൽ ഫാത്തിഹ ഇതിലൂടെ നമസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഷഹാദത്ത് കലിമയിലൂടെ കാണിക്കുന്ന ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശത്തിൻ്റെ കഠിനമായ പ്രകാശം ചൂട് അല്ലേ, ചൂടല്ലേ പ്രകാശത്തിൻ്റെ ആ ചൂട് മർദ്ദം തള്ളി വികസിച്ച്. ഇപ്പോൾ കുക്കറൊക്കെ കണ്ടില്ലേ, തീ കത്തിച്ച ചൂടായ ഉള്ളിലെ എല്ലാം വെന്ത് എരിയും ചെയ്യും. ആ ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല, പിഷ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ഇങ്ങനെ പൊട്ടിത്തെറിക്കും കുക്കർ. അപ്പോൾ ആ ചൂടാണ് മർദ്ദം തള്ളൽ ശക്തിയായിട്ട് വികസിച്ച് വ്യാപിച്ച് വായുവായി. പ്രകാശം, തീ, ചൂട്, വായു ആയി വികസിച്ച് വ്യാപിച്ച് അനവധി വാതകങ്ങളായി വ്യാപിച്ചു വന്നുകൊണ്ട് ആ പ്രകാശമാണ്. അതിനെയാണ് ശാസ്ത്രീയ മറ്റു ഖുർആൻ പറഞ്ഞത് സജറത്തിൽ ത്വയ്യിബ, ഒരു വടവൃക്ഷത്തെ പോലെ, ഒരു വിത്ത് മുളച്ച് ഒരു വടവൃക്ഷമാകുന്ന പോലെ. അതാണ് സജറത്തിൽ ത്വയ്യിബ എന്ന് ഖുർആൻ പറഞ്ഞ ഷഹാദത്ത് കലിമയെ. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് ആ ഷഹാദത്ത് കലിമയെ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം, തീ, ചൂട്, നൂറ്, നാറ്, ഹവ, മാ ആയി വ്യാപിച്ച് എന്നിട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ആ പ്രകാശ ചൂടേറ്റ് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കോഴിയുടെ മുട്ട അതിൻ്റെ ദ്രാവകമാണ് അല്ലേ, ദ്രാവക രൂപമല്ലേ, അതിലേക്ക് അത് വിരിയാൻ വേണ്ടി കോഴി തൻ്റെ അടയിരിക്കുക, അവിടെ വെച്ച് അടയിരുത്ത് അതിൽ ചൂടേൽപ്പിച്ച് കോഴി തൻ്റെ ചൂടേൽപ്പിച്ച് ആ ദ്രാവകത്തെ വറ്റിച്ച് കോഴിയാക്കി തീർക്കുന്ന പോലെ, അവയവങ്ങൾ എല്ലാം ചേർന്ന് ഒരു കോഴിയാക്കി തീർക്കുന്ന പോലെ ആ പ്രകാശം തൻ്റെ ഈ വാദങ്ങളിലെല്ലാം ആ പ്രകാശ ചൂടേൽപ്പിച്ച് അതെല്ലാം രൂപപ്പെട്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോള അവയവങ്ങളെല്ലാം ചേർന്ന ഒരു ശരീരം എന്ന പോലെ ദൃശ്യമായി. അതാണ് അഷദ് അൻ നൂറ് അൻ എന്ന് പറയുമ്പോൾ അൽഫ് നൂനും നൂറിനെ കാണിക്കുന്നു. അൻ ലാമായി പ്രസരിച്ച് വികസിച്ച് ലാ ഇലാഹായി. ആ ഇലാഹ് അതിനെയാണ് ഉപനിഷത്ത് പറഞ്ഞത് അർദ്ധനരീശ്വരനായ ശിവമാണ്. അർദ്ധം എന്ന് പറഞ്ഞാൽ പാതി സ്ത്രീയും ബാക്കി പുരുഷനുമായ സ്ത്രീയും പുരുഷനും ചേർന്ന അർദ്ധനരീശ്വരനാണ് ശിവൻ. അതിനാ അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറഞ്ഞു.